നമസ്കാരം. എസ് ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും തർക്കങ്ങളും അതോടൊപ്പം എന്നോടുള്ള എതിർപ്പുകളും തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ തിരുവനന്തപുരത്തെ ഒട്ടാകെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വൈഷ്ണ എന്ന ഒരു കൗൺസിലർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടത്. എന്താണ് അവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്നുള്ളത്? സി പി എംകാർ ഇനി ഈ വൈഷ്ണയെ ഒതുക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സി പി എമ്മിന് വൈഷ്ണയെ ഭയമാണോ? കാര്യം സി പി എമ്മുകാരെല്ലാവരുടെ വൈഷ്ണയെ തെരഞ്ഞെടുപ്പിന് യോഗ്യതയില്ലാത്ത ഒരാളായി ചിത്രീകരിക്കുന്നു. വൈഷ്ണ എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ അതിശക്തയായ ഒരു യുവ സാരഥിയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, ആ യുവരക്തത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ വൈഷ്ണ മത്സരിക്കുന്ന വാർഡിൽ വൈഷ്ണയ്ക്ക് വോട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം. ഈ കാര്യത്തെ ആണ് പിന്തുടർന്നുകൊണ്ടാണ് ഈ യു ഡി എഫ് ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത്. അതിനെല്ലാം കാരണക്കാർ സി പി എമ്മുകാരാണ്. വി എം വിനുവിന് വോട്ടില്ലാതെ പോയത് സി പി എം കാരണമാണത്രേ. എന്ത് വിചിത്രമായ ഓരോ കാര്യങ്ങളാണെന്നേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോഴാണ് വൈഷ്ണയുടെ ഒരു വിഷയം ഇങ്ങനെ കത്തിക്കേറി ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൻ്റെ തൊട്ട് പിന്നാലെയാണ് വി എം വിനുവിന് പണി കിട്ടിയത് കോടതിയിൽ നിന്ന്. നമുക്കറിയാം, കോടതി പറഞ്ഞു മത്സരിക്കാൻ യോഗ്യതയൊന്നുമില്ല. കാര്യം കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന വി എം വിനുവിനും കുടുംബത്തിനും ആ പ്രദേശത്തെ വോട്ടില്ലായിരുന്നു. ഇനി വോട്ട് ചെയ്തു എന്ന് വി എം വിനുവിന് സ്ഥാപിക്കാനും കഴിയില്ല. അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കള്ളവോട്ട് ചെയ്തതിൻ്റെ പേരിൽ വി എം വിനുവിന് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ ഇനിയും മിണ്ടുന്നില്ല. പ്രവീൺകുമാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി സി സി അധ്യക്ഷൻ കോഴിക്കോടെ, അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇതിനൊരു പ്ലാൻ ബി കണ്ടുവച്ചിട്ടുണ്ട്. എന്തിന് പ്ലാൻ ബി ആണ് എന്നറിയില്ല, എന്തോ ഒരു പ്ലാൻ ബി കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ വൈഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പം ഇദ്ദേഹം പറയുന്നത് പോലെ സി പി എമ്മുകാർ വൈഷ്ണയെ അങ്ങ് ഫേമസ് ആക്കി എന്നുള്ളതാണ്. എന്നാൽ ഫേമസ് ആക്കാൻ വേണ്ടി ഇത്തരം നാറിയ കളികൾ പ്രിയപ്പെട്ട യു ഡി എഫ് നേതാക്കളെ അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ കെ എസ് ശബരിനാഥ കളിക്കരുത് എന്ന് പറയാനേ പറ്റുകയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വൈഷ്ണ മത്സരിക്കുന്ന TC3 അതോടൊപ്പം തന്നെ അവർക്ക് ഒരു കുടുംബ വീട് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ വീടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ TC 564 എന്ന് പറയുന്ന ഒരു വീടാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം വീട് വരും. അപ്പോൾ അത് ഉള്ളത് കുറവങ്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതേസമയം വൈഷ്ണ ഇപ്പോൾ താമസിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് പേരൂർക്കടയിലാണ്. പേരൂർക്കട അമ്പലമുക്കിൽ അവിടെ കൊക്കോട ലൈനിൽ പണയിൽ വീട് എന്ന് പറയുന്ന ഒരു വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. എന്നാൽ ആ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ആ വീട് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അതായത് തിരുവനന്തപുരത്ത് രീതിയുണ്ട്, കുറച്ച് പണം കൊടുത്തിട്ട് എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു, അവിടെ താമസിക്കാം. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അവിടെ പക്ഷേ വോട്ട് ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വോട്ട് ചേർത്തിട്ടില്ല. എന്താ വൈഷ്ണയെ നിങ്ങൾ അവിടുത്തെ അഡ്രസ്സ് വെച്ച് വോട്ട് ചേർക്കാഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ വൈഷ്ണയുടെ മറുപടി ഭയങ്കര രസകരമായിരുന്നു. ഞാനിവിടെ താമസിക്കുന്ന സ്ഥിരതാമസക്കാരിയൊന്നും അല്ല, എൻ്റെ സ്ഥിരമായിട്ടുള്ള മേൽവിലാസം എന്ന് പറഞ്ഞാൽ അങ്ങ് എൻ്റെ കുടുംബ വീട്ടിലാണ് എന്ന് പറയുകയുണ്ടായി. അതായത് ഇപ്പോൾ വിവാദം നിലനിൽക്കുന്ന വീട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താമസത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് TC 564 TC 3/564 എന്ന് പറയുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിലാണ് കൊടുത്തത്. അതാണ് ശരിക്കും ഇവരുടെ വീട് എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരു വീടിൻ്റെ ഡീറ്റെയിൽ കൊടുത്തു. എന്നിട്ട് പിന്നീട് TC 18 എന്ന് പറഞ്ഞുകൊണ്ട് ഓൾഡ് ന്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് TC 18/564 എന്ന് പറയുന്ന ഒരു വീടിൻ്റെ നമ്പർ കൂടി കൊടുത്തിരുന്നു. അപ്പോൾ എന്നാൽ ഈ TC 18/564 എന്ന് പറയുന്ന വീടിൻ്റെ ഡീറ്റെയിൽ അവരെടുത്തു കഴിഞ്ഞപ്പോൾ കാര്യം ആദ്യം കൊടുത്തപ്പോൾ ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM തന്നെയാണ് എതിർപ്പറിയിച്ചത്. കാര്യം നമുക്കറിയാം, തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളൊക്കെ നമുക്കറിയാം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് അങ്ങ് ജമ്മു കാശ്മീരിൽ നിന്ന് വരെ ആൾക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. അദ്ദേഹം ഈ ഗോപാലകൃഷ്ണൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് ഗോപാലനാന്നുള്ളത്. അപ്പോൾ ആ ഗോപാലകൃഷ്ണൻ പോലും പറഞ്ഞത് ദേശീയ തലത്തിൽ പോലും ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഇട്ടങ്ങ് ഫേമസ് ആക്കി കൊടുത്തു. ഒരു പാൻ ഇന്ത്യൻ താരമാക്കി ഗോപാലകൃഷ്ണനെ മാറ്റാവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സംശയമാണ്. ഇപ്പോൾ ഒരാൾ സ്ഥിരതാമസമല്ലാത്ത ഒരിടത്ത് വന്നു എന്നുകൊണ്ട് ഞാൻ ഇവിടുത്തെ വോട്ടറാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആൾക്കാർ അതിനെ എതിർപ്പ് പ്രകടിപ്പിക്കും. അങ്ങനെ CPM അതുമായി ബന്ധപ്പെട്ട് എതിർപ്പ് ചെയ്തു. അപ്പോഴാണ് ഇതൊരു വലിയൊരു വിഷയമായി മാറുന്നത്. അതായത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അവർ ഒരു ലെറ്റർ കൊടുക്കുന്നു. ലെറ്റർ കൊടുത്തപ്പോൾ TC 18 നമ്മൾ ആലോചിച്ച് നോക്കണം, TC
TC 3/564 ശരിക്കും ഇവരുടെ കുടുംബ വീട് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അവിടെ 8 വർഷക്കാലമായി അവിടെ ഒരു കുഞ്ഞു പോലും താമസമില്ലായിരുന്നു. ഇപ്പം മറ്റൊരാളാണ് ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണിച്ചുകൊണ്ട് ഒരിക്കലും ഈ പറയുന്ന ഒരാൾക്ക്, അതായത് വൈഷ്ണയ്ക്കോ അല്ലെങ്കിൽ അവിടെ താമസിച്ചിരുന്നതിന് ആർക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കൊണ്ടുവരാൻ സാധിക്കില്ല. കാര്യം അവിടെ താമസമില്ല, അതായത് വൈഷ്ണ താമസമില്ല എന്നർത്ഥം. അപ്പോഴാണ് TC 18/564. അപ്പം നമ്പർ മാറുന്നില്ല, ആ 3 എന്നുള്ളത് 18ആയി മാറുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ 18 എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം നിൽക്കുന്നത് ഭയങ്കര കാട്ടായിക്കോണം എന്ന് പറയുന്നൊരു വാർഡാണ് ശരിക്കും ഈ TC 18 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ TC 18/564 എന്ന് പറയുന്ന ഒരു നമ്പർ വെച്ചിട്ട് കൊടുത്തു. അപ്പോഴാണ് രസം, അതിനെക്കുറിച്ച് കൂടുതൽ ഈ ഫീൽഡ് വർക്ക് നടത്തി, അതായത് ഫീൽഡ് അന്വേഷണം നടത്തി. ആ ഫീൽഡ് അന്വേഷണം നടത്തിയപ്പോൾ അതീവ രസകരമായ മറ്റൊരു കാര്യം കണ്ടുപിടിച്ചു. ഇത് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈഷ്ണ എന്ന് പറയുന്ന യുവതാരം കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈഷ്ണയായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമുള്ള ആളുകളല്ല. അവിടെ താമസിക്കുന്ന ഒരു രജീബ് ഷാ ജോത്സ്ന എന്ന് പറയുന്ന ഒരു ദമ്പതിയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നാട്ടിലില്ല, ഇവർ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ്. ആലോചിച്ച് നോക്കുക, TC 3/564 ഇവരുടെ, അതായത് വൈഷ്ണയുടെ കുടുംബ വീട് എങ്കിൽ ഇവർ കൊടുത്ത അഡ്രസ്സിൽ കൊടുത്തിരിക്കുന്ന നമ്പർ, അതായത് ഹൗസ് നമ്പർ എന്ന് പറഞ്ഞാൽ TC 18/564 ന്യൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ ഈ പറയുന്ന 2 പേരാണ് അവിടെ താമസം, പക്ഷേ അവർ വിദേശത്താണ്. എന്നാൽ പിന്നീട് കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ് വന്ന സാഹചര്യത്തിൽ ഈ ഇലക്ട്രൽ ഓഫീസർക്ക് വേണ്ടിയിട്ട് ഒരു കത്ത്, അതായത് ഒരു മെയിലിൽ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട്, അതായത് ഈ പറയുന്ന രജീബ് ഷായും അദ്ദേഹത്തിൻ്റെ ഭാര്യ, അത് രജീബ് ഷാ തന്നെ ഒരു ലെറ്റർ തയ്യാറാക്കി ഇലക്ട്രൽ ഓഫീസർക്ക് അയച്ചു. അങ്ങനെ അയച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പറയുന്നത്, ഞങ്ങളുടെ അറിവോ സമ്മതത്തിലോ ആർക്കും ഞങ്ങൾ ആ വീട് വാടകയ്ക്കോ അല്ലാതെയോ ഇലക്ട്രൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കൃത്യമായ രേഖയാണ് അവർ കൊടുത്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിനകത്തിലെ കള്ളക്കളികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. അപ്പോൾ അങ്ങനെ പിന്നീട് മറ്റൊരു വീട്ടു നമ്പരൊക്കെ കൊടുത്തു കാണിച്ചു. അങ്ങനെ കോടതിയിൽ കൊടുത്തപ്പോൾ അത് വന്നത് TC 18/2365 എന്ന് പറയുന്ന ഒരു വീട്ടു നമ്പർ വെച്ച് കൊടുത്തു. അത് സന്ദീപ് എന്ന് പറയുന്ന ഒരാളുടേതാണ്. അപ്പോൾ അയാളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു നോട്ടറി അറ്റസ്റ്റ് ചെയ്ത ഒരു പകർപ്പ് കൂടി അതിനോടൊപ്പം ചേർത്ത് വെച്ചു. അതാണ് കോടതിയിലേക്ക് കൊടുക്കുന്നത്. അതങ്ങനെ കേശവദാസപുരത്തുള്ള ഒരു വീടിൻ്റെ, അതായത് 18/2464 എന്ന് പറയുന്ന ഒരു നമ്പരൊക്കെ കൊടുത്തു. അങ്ങനെ ഒരുപാട് TC നമ്പറുകൾ കൊണ്ടുള്ള അല്ലെങ്കിൽ ഹൗസ് നമ്പറുകൾ കൊണ്ടുള്ള കളിയാണ് ശരിക്കും ഈ വൈഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊണ്ട്, അല്ലെങ്കിൽ വൈഷ്ണ കളിച്ചുവെന്നോ അല്ലെങ്കിൽ വൈഷ്ണയെ കൊണ്ട് ബാക്കിയുള്ള കോൺഗ്രസ്സിലെ ചില അവിടുത്തെ തൽപര കക്ഷികൾ കളിച്ചോ എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടി വരും, അല്ലെങ്കിൽ പറയേണ്ടി വരും. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. സത്യത്തിൽ ഇതിൻ്റെ പിന്നിൽ CPM യാതൊരു പങ്കുമില്ല. CPM എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള വോട്ട് തട്ടിപ്പുകൾ നടക്കുന്നതുകൊണ്ട് കൃത്യമായി CPM അതിനകത്ത് ഇടപെടൽ നടത്തി. കാര്യം ഇവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുക മാത്രമാണ് CPM ചെയ്തത്. അവിടെ ഈ രീതിയിൽ അനധികൃതമായി വോട്ട് ചേർത്തു എന്നുള്ള പേരിൽ സർക്കാർ അല്ലെങ്കിൽ CPM അതിനകത്ത് ഇടപെട്ടു എന്നുള്ളതിനപ്പുറത്തേക്ക്, അതായത് ഒരു പൗരബോധത്തോടു കൂടിയുള്ള ഒരു ഇടപെടൽ അവിടെ ഉണ്ടായി എന്നതിന് അപ്പുറത്തേക്ക് മറ്റ് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഈ CPMൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതിനെന്തൊക്കെയാണ് പറഞ്ഞു വരത്തിയത്? CPMന് ഭയമാണ്, CPM ഇപ്പോൾ അവിടെ എന്തോ തോൽക്കുമെന്നുള്ള പേടിയുണ്ട്. ഈ പറയുന്ന മുട്ടട വാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CPMൻ്റെ സ്ഥിരം സീറ്റാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന ഒരു പെൺകുട്ടി മത്സരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ ഇവിടെ കോൺഗ്രസും അതോടൊപ്പം ഈ പെൺകുട്ടിയെ കരുവാക്കിക്കൊണ്ട് നടത്തിയ ഇത്തരം ഒരു വലിയ നാടകമുണ്ട്, ഒരു മെഗാ നാടകം. ഒടുവിൽ അത് ഹൈക്കോടതി വരെ എത്തി നിൽക്കുന്നൊരു സാഹചര്യം. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇതിനകത്തൊരു ഫോർജറി നടന്നിട്ടുണ്ട്, അതായത് വ്യാജരേഖ ചമയ്ക്കൽ നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വാഭാവികമായി സംശയിക്കേണ്ടി വരും. കാര്യം ഉണ്ടാക്കിയിട്ടുള്ള ഡോക്യുമെൻസിൽ എല്ലാം പരിശോധിക്കുമ്പോൾ ഇത് പലപ്പോഴും ഈ കൊടുത്തിരിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന പലരും പല തരത്തിലുള്ള ആളുകളാണ്. അവർക്ക് ഈ വൈഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ അതേസമയം ഇതിന് കൗണ്ടർ അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, TC 3/18/2464 എന്ന് പറയുന്ന, അതായത് ഇപ്പോൾ നിലവിൽ ധനേഷ് എന്ന് പറയുന്ന അത് പരാതിയാക്കി കൊണ്ടുപോയ ആളിൻ്റെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2000 എപ്പോഴോ ഇവരുടെ വീട്ടിലാണ്ട് 28ഓളം പേരുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ 28 പേരുടെ പേരാണ് കാണിച്ചിരുന്നത് അത്രേ.
പിന്നീട് ധനേഷ് അതിനെക്കുറിച്ച് വ്യക്തമായി കാണിക്കുകയും ചെയ്തു. അതായത് ആർക്കും ധൈര്യമായി വന്ന് പരിശോധിക്കാം, രേഖകൾ എൻ്റെ പക്കലുണ്ട്, രേഖകൾ ഞാൻ ഹാജരാക്കണമെങ്കിൽ ഹാജരാക്കാം. ഈ പറയുന്ന 28 പേരെന്ന് പറഞ്ഞ് ഇപ്പോൾ 10 വീട്ടുപേരുകളിലായി താമസിക്കുന്ന പ്രത്യേകം വോട്ടർമാരാണ് എന്നുള്ള കാര്യത്തിൻ്റെ രേഖകൾ തൻ്റെ പക്കലുണ്ടെന്നും ആവശ്യമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആ രേഖകൾ പരിശോധിക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം മുന്നോട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്നാൽ ഈ നിർത്തിയിരിക്കുന്ന ശബരിനാഥനോ അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ചുക്കാൻ പിടിക്കുന്ന അവിടുത്തെ നേതാവായ കെ മുരളീധരനോ ആർക്ക് വേണമെങ്കിലും വൈഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി താമസിക്കുന്നത് കൃത്യമായി ആ വീട്ടിൽ തന്നെയാണെന്നും ആ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ ശ്രമിച്ചത് എന്നും കൃത്യമായി പറയാനുള്ള തൻ്റെ ഇടവും ചങ്കൂറ്റവും ഈ കെ മുരളീധരനോ ശബരിനാഥിനോ ഉണ്ടോ? രേഖകളുടെ അടിസ്ഥാനത്തിൽ വെറുതെ പറഞ്ഞാൽ പോരാ, വെറുതെ ഒരുപാട് കള്ളങ്ങൾ പടച്ചു വിടുന്നവരാണ് കോൺഗ്രസ്സുകാരെ, നമുക്കറിയാം. എല്ലാ കാര്യത്തിലും കള്ളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ കുറ്റങ്ങളും ഈ പറയുന്ന CPM-ൻ്റെ തലയിലേക്ക് ചാരി രക്ഷപ്പെടാൻ മാത്രമേ എപ്പോഴും കോൺഗ്രസ്സുകാർ ശ്രമിച്ചിട്ടുള്ളൂ. ഏറ്റവും ഒടുവിൽ പോലത്തെ ഉദാഹരണം പോലും നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ പരിശോധിക്കുമ്പോഴും കള്ളത്തരം കൊണ്ട് വലിയൊരു കോട്ട കെട്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് ശരിക്കും UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒടുവിലത്തെ അല്ലാന്നുണ്ടെങ്കിൽ ഒടുവിലത്തെ എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്കറിയാവുന്ന ഏറ്റവും തൊട്ടടുത്തായി നിൽക്കുന്ന ഒരു ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഈ വൈഷ്ണയുടെ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ചില കാര്യം, വൈഷ്ണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു പക്ഷേ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ അവസാനം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. അതായത് ഇങ്ങനെ ഒരു വ്യാജരേഖ ചമയ്ക്കുന്നു, അല്ലെങ്കിൽ തെറ്റായ ഡോക്യുമെൻറ്റുകൾ നിർമ്മിച്ചതിന് ശേഷം ഇലക്ടറൽ ഓഫീസർമാരെയും കോടതിയെയും നയപരമായോ മനഃപൂർവ്വമായോ പറ്റിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരായി ഉയർന്നു വരുന്ന കുറ്റം. പിന്നെ ഈ വ്യാജരേഖയും വ്യാജ ഡോക്യുമെൻ്റ് ചമയ്ക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ്സുകാരെ കവിഞ്ഞ് മറ്റൊരാളില്ല എന്നുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. അത് ഏറ്റവും വലിയ കള്ളത്തരം കൊണ്ട് കോട്ട കെട്ടുകയും വ്യാജരേഖകൾ ഉണ്ടാക്കുകയും തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വ്യാജരേഖ ചമയ്ക്കുന്ന മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേഹത്ത് പറ്റുന്ന ചെറിയ പൊടികൾ മാത്രമാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഈ പറയുന്ന വൈഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടിയെ വെച്ചുകൊണ്ട് അവിടെ തിരുവനന്തപുരത്ത് മാർക്കറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ശരിക്കും നടത്തിയത്. അതായത് UDF-നെ നിരന്തരം, അതായത് UDF-ൽ മത്സരിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ പോലും ഭയന്നുകൊണ്ട് CPM നിരന്തരം അവരെ UDF-നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നൊരു മൊത്തത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കുക. നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ UDF എന്ന് പറയുന്ന പാർട്ടി തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം 3-ാം സ്ഥാനത്താണ്. ആ 3-ാം സ്ഥാനം എന്ന് പറയുന്ന 3-ാം സ്ഥാനം കിട്ടുമ്പോൾ ചെറിയ വീഴ്ചയല്ല കോൺഗ്രസ്സിന് അവിടെ UDF-ന് അവിടെ ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിലുള്ള ഏകദേശം 20 സീറ്റുകൾ മാത്രമാണ് അവിടെ ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. 50-ലധികം സീറ്റ് നേടിക്കൊണ്ടാണ് അവിടെ ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള LDF ഭരണസമിതി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ഇനിയും CPM-നെ പരാജയപ്പെടുത്തി UDF-ന് കോർപ്പറേഷൻ അധികാരം പിടിച്ചെടുക്കാൻ എത്ര സീറ്റുകൾ ഇനി അധികം വേണം എന്ന് ആലോചിച്ച് നോക്കൂ. ഏകദേശം 30-ലധികം സീറ്റുകൾ, 35ഓളം സീറ്റുകൾ ആവശ്യമായി വരും. അതിനു മുൻപായി BJP-യെ പരാജയപ്പെടുത്തുകയും വേണം. അതായത് കയറേണ്ട സ്റ്റെപ്പുകൾ 1 2 സ്റ്റെപ്പുകൾ കയറിയാൽ മാത്രമേ UDF-ന് അവിടെ അധികാരം പിടിക്കാൻ കഴിയൂ. അതായത് CPM-നൊപ്പം എത്തി നിൽക്കാൻ കഴിയൂ. വലിയ മോശപ്പെട്ട ഭരണക്രമമൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ 5 വർഷക്കാലം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായത് എന്ന് നമുക്കറിയാം. UDF-നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കള്ളക്കളി കളിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നൊരു തോന്നൽ UDF-നുണ്ടായി. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് കടക്കാനുള്ള 2 കടമ്പകൾ ഉണ്ട്. ആ 2 കടമ്പകൾ ഒന്ന് BJP-യും ഒന്ന് CPM-ഉമാണ്. എങ്കിൽ മാത്രമേ ഭരണം നിലനിർത്താൻ കഴിയൂ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതായത് എന്താണ് ആ വീഴ്ച എന്ന് ചോദിച്ചാൽ അവിടെ കോൺഗ്രസ് UDF-നുള്ളിലുള്ള ഘടകകക്ഷികളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ കഴിയാത്തത് കൊണ്ടും അവരെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പതുക്കെ അവരെ ഒഴിവാക്കിയതുകൊണ്ടും ഘടകകക്ഷികളിലെ പ്രധാനി എന്ന് വിളിക്കാൻ കഴിയുന്ന ജോസഫ് ഗ്രൂപ്പ് വിമതന്മാരെ ഇറക്കിക്കൊണ്ട് കളം പിടിക്കാൻ ഒരുങ്ങുകയാണ് അവിടെ. സ്വാഭാവികമായും അതിന് UDF-ലുള്ള വോട്ടുകൾ പലതും ഭിന്നിച്ചു പോകാനുള്ള സാധ്യതയും ഈ അവസരത്തിൽ അവിടെയുണ്ട് എന്നുള്ളത് കൃത്യമായി UDF-നും അല്ലെങ്കിൽ കോൺഗ്രസ് പാളയത്തിന് മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്.
ഇനി രണ്ടാമത്തെ കാര്യം, പലയിടങ്ങളിലും ശക്തമായ കൊഴിഞ്ഞുപോക്ക് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അർഹിക്കുന്ന പലർക്കും സ്ഥാനാർത്ഥിയാകാൻ കഴിയുന്നില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ പലരും അതൃപ്തരാണ്. പലരും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നില്ല എന്ന തീരുമാനത്തിലെത്തി. കോൺഗ്രസ്സിന് ചെയ്യാത്ത വോട്ടുകളൊക്കെ എവിടേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തന്നെയുമല്ല, മറ്റു പലയിടത്തും ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം അവിടെ ഉണ്ടായിരിക്കുന്ന പല വിഷയങ്ങൾ, GV ഹരിയെ ഒഴിവാക്കിയ ഒരു വിഷയം, നിയമം സജീറിനെ പകരം അവിടെ നിന്ന് സ്ഥാനാർത്ഥിയാക്കുന്നു. പിന്നീട് അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മണക്കാട് സുരേഷ് എന്ന് പറയുന്ന അവിടുത്തെ കോർ കമ്മിറ്റി ചെയർമാനായിരുന്ന വ്യക്തി രാജിവെക്കുന്നു. അവിടെ BJPയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇറക്കിയത് എന്ന് പറയുന്ന അതിശക്തമായൊരു ആരോപണമാണ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ ഇങ്ങനത്തെ പല വിഷയങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ CPMനെ തകർക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കടമ്പകളേറെ കടക്കേണ്ടതുണ്ട്. ഈ പറയുന്ന പിണങ്ങി നിൽക്കുന്നവരെല്ലാം അനുനയ ചർച്ചകളിലൂടെ ഒപ്പം എത്തിക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലും നടപ്പിലാകാത്ത ഒരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ട് തന്നെ ഇനിയും CPMനെ ഡീഫെയിം ചെയ്യുക എന്നുള്ളതാണ്. അതായത് CPMനെതിരായി കുറേയധികം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ ചെറിയൊരു സ്ഥാനാർത്ഥിയെ പോലും CPM ഭയന്നുകൊണ്ട് അവർക്കെതിരായി പലതരത്തിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള അക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു പൊതു ബോധത്തിൽ ഒരു ഇതുണ്ടാക്കി വെക്കണം, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി വെക്കണം. അതിനുവേണ്ടി നടത്തുന്ന വെറും നാടകമാണ് ശരിക്കും ഈ വൈഷ്ണവി ഉപയോഗിച്ചുകൊണ്ട് ഈ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിവാദം. അല്ലാതെ അതിനപ്പുറത്ത് വേറൊന്നുമില്ല. ഇവർ അതിന് പക്ഷേ ബലിയാടാക്കുകയാണ് വൈഷ്ണവി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇങ്ങനെ ഇത് കോടതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഈ വ്യാജ ഡോക്യുമെൻ്റ് ചമയ്ക്കുകയും ഈ സന്ദീപിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ നോട്ടറി വക്കീൽ ഒരാളുണ്ടായിരുന്നു, ഒരു ഓമനയോ അങ്ങനെ എന്തോ പേരിലൊരു നോട്ടറി വക്കീലുണ്ട്. ആ നോട്ടറി വക്കീൽ നടത്തിയിരിക്കുന്ന ആ അഫിഡവിറ്റും കൂടി പരിശോധിക്കുമ്പോൾ ഇതെല്ലാം കള്ളമാണെന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഒന്ന്, ഈ വൈഷ്ണയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അത് വ്യാജരേഖ ചമച്ചതിൻ്റെ പേരിൽ കേസാവും. അത് പിന്നീട് ക്രിമിനൽ കേസാണല്ലോ അത്. പിന്നീട് അതോടൊപ്പം തന്നെ ഈ നോട്ടറിയായിട്ട് ഇങ്ങനെയൊരു വ്യാജ അഫിഡവിറ്റ് തയ്യാറാക്കിയിരിക്കുന്ന വക്കീലിനും പണി കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇത്തരം നാറിയ കളികൾ ദൈവത്തെ ഓർത്ത് കളിക്കാതിരിക്കുക. ആ കളിച്ചതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് കോഴിക്കോട് VM വിനുവിൻ്റെ രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞു. ഇനിയും തിരുവനന്തപുരത്ത് കുടുങ്ങാനുള്ളത് ഈ വൈഷ്ണവ് കൂടിയാണ്. അപ്പോൾ വളർന്നു വരുന്ന ഒരു KSUക്കാരിയുടെ ഭാവി ജീവിതം കൂടി നശിപ്പിക്കാനുള്ള ഇത്തരത്തിലുള്ള നാറിയ കളികളിൽ നിന്ന് ദയവ് ചെയ്ത് കോൺഗ്രസ്സുകാർ പിൻവലിയുക. ഇല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതെല്ലാം കള്ളത്തരങ്ങളും നാടകങ്ങളുമാണ് എന്ന് പൊതുജനം തിരിച്ചറിയും. ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് നിങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.